ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഈ സർവീസ് കൂടി വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്ത സർവീസിലൊക്കെ മാറ്റി, അടുത്ത സർവീസ് എന്തെങ്കിലും മാറ്റേണ്ടി വരും കേട്ടോ. കമ്പനി ഫിൽറ്റർ തന്നെ, ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുന്നുണ്ട്, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ ബെൽറ്റൊക്കെ കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ, ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അതിൻ്റെയൊക്കെ തേമാനം സാധാരണ തേമാനമൊക്കെ ഉള്ളൂ. കംപ്ലീറ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും തേമാനമൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ വർക്കിങ്ങും, ബെൻഡെക്സ് അത്രയും കൂടെ പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും ചെറിയൊരു സൗണ്ട് വേരിയേഷനും അത് ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ഉപയോഗിക്കുക. സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ ബെൻഡെക്സ് യൂണിറ്റ് മാറ്റിക്കളയാം. ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. ആക്സിലേറ്റർ കേബിൾ കുറച്ച് ടൈറ്റായിട്ടാണ് കാണുന്നത്. ചോക്കൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ അങ്ങനത്തെ ഒരു പ്രോബ്ലമായിട്ട് തോന്നണമെന്നില്ല. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ മിസ്സിങ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ കാർബറേറ്റർ അഴിക്കാൻ നിൽക്കണമെന്നില്ല. പ്രത്യക്ഷത്തിൽ വേറെ ലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ അതിന് ശേഷം നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് കൂടി അഴിച്ച് ക്യാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും. കാരണം ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുത്തേണ്ടതാണ്. അതിന് ശേഷം ഫ്രണ്ട് കൂടി നമ്മൾ അഴിക്കും കേട്ടോ. ബാറ്ററി നമുക്ക് 2023 മോഡൽ ബാറ്ററിയാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. ബാറ്ററി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.77 റേഞ്ചിൽ 77 കാണിക്കുന്നുണ്ട്. 12.77 അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത്. ടെസ്റ്റ് ചെയ്യുമ്പോഴേലും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പ്ലഗിൻ്റെ കേസ് നമ്മൾ കൂടുതലൊന്നും മാറ്റി വിടുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് കാർബൺ കണ്ടൻറ്റ് കൂടുതലായി തുടങ്ങിയിട്ടുണ്ട് ഹെഡിനകത്ത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം നമുക്ക് അടുത്ത സർവീസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നമുക്ക് പ്ലഗ് മാറ്റിയിട്ടേക്കാം. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എവിടെയെങ്കിലും പെട്ടുപോലേ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. നിലവിൽ സർവീസുമായി ബന്ധപ്പെട്ട കംപ്ലൈൻറ്റേ ഉള്ളൂ. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ. അതിനകത്ത് ആക്സിലേറ്റർ കേബിൾ മാത്രമാണ് നമുക്കൊരു കംപ്ലൈൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത് മാറ്റിയിട്ടേക്കാം. കാരണം എന്താ വെച്ചാൽ CVT ക്ലച്ചാണ്. ഇനി ആക്സിലേറ്റർ അങ്ങനെ റൈസ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ദിവസം നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും കൈയോടെ മാറ്റിയേക്കാം. കാര്യം ജനറൽ സർവീസിൽ വന്നതല്ല ആക്സിലേറ്റർ കേബിൾ റീപ്ലേസ്മെൻറ്റ്. ആ കൂട്ടത്തേക്ക് നമുക്ക് എന്തായാലും ചെയ്തു പോകാം എന്തെങ്കിലും. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സർവീസ് കിടക്കുമെന്ന് നമുക്കൊരു ഉറപ്പില്ല. കാരണം അതിനിടയിൽ ചിലപ്പോൾ ടൈറ്റ് കാണിക്കാം, അല്ലെങ്കിൽ റേസിങ് കാണിക്കാം. അതുകൊണ്ടാണ് മാറ്റാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ വിളിക്കാം. എന്തെങ്കിലും ഒരു 5 മണി 5:30 ഒക്കെ ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡീറ്റെയിൽസ് വിളിച്ച് പറഞ്ഞേക്കാം. എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ.